തുടർന്ന് നമ്മൾ രാമായണത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അരണ്യകാന്ഡം. രാമായണത്തില് ഈ ആരണ്യകാന്ഡം എന്നത് വനം, ആരണ്യം എന്നാൽ വനം, ഘോരവനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ വനം എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണവും സംഘർഷങ്ങളും മാനസികമായ പല പിരിമുറുക്കങ്ങളും നിറഞ്ഞതാണ്. എന്ത്, ഏത്, എപ്പോൾ, എവിടെ സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അന്ധകാരത്തിൻ്റെയും ക്രൂരതകളുടെയും പല ദുഷ്ട ജന്തുക്കളുടെയൊക്കെ വാസസ്ഥലമാണ് കാനനം, ആരണ്യം. അവിടേക്കാണ് രാമനും സീതയും ലക്ഷ്മണനും പ്രവേശിക്കുന്നത്. ഇത്രയും ഘോര മൃഗങ്ങളും ക്രൂര രാക്ഷസന്മാരും നിമിഡ വനത്തിലും നമ്മുടെ മഹർഷിവര്യന്മാരന്ന് നിർഭയരായി തപസ്സികളായി ജീവിച്ചിരുന്നു. ഈ വനത്തിനകത്ത് താമസിക്കുക, അങ്ങനെയാണ് പിന്നീട് വനവാസം എന്നൊരു വാക്ക്. നിങ്ങൾ ചാതുർവർണ്ണ്യ സംസ്കൃതിയിൽ, ഭാരതത്തിൻ്റെ പുരുഷാർത്ഥ സംസ്കൃതി, അവിടെ നമുക്ക് കാണാം ധർമാർത്ഥ കാമമോക്ഷവും. ആ ധർമാർത്ഥ കാമമോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇവിടെ വനത്തിലേക്ക് പോവുക. അപ്പോൾ വനത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഉറപ്പാണ് അത്ര സുഖകരമായൊരു യാത്രയല്ലത്. നമ്മൾ ഇവിടുന്ന് പാലക്കാട് ടൗണിൽ പോകുന്ന പോലെ സുഖമല്ലത്. വനത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ പോലെ ഇന്ന് നമുക്ക് പോവാം. രാമൻ പോകുന്നത് ടൂറിസ്റ്റായിട്ടല്ല. രാമന്റെ മുന്നിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ യാത്രയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു, ഇന്നതിനെ അഡ്വഞ്ചറസ് യാത്ര എന്ന് പറയുമ്പോൾ രാമ മനസ്സത് തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു യാത്രയിലേക്ക് മനസ്സിനെ അവർ കൊണ്ടുപോവാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ നോക്കണം, എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിച്ച രാമനും സീതയൊക്കെ കഠിനമായ വളരെ വിഷമങ്ങളും ഭയം നിറഞ്ഞുമായ ആരണ്യത്തിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ നിങ്ങളായിരുന്നു സീത എന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കല്ലോ വെറുതെ. ചിത്രകൂടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരിടയ്ക്ക് വരുമ്പോൾ പരിപ്പ് വടയും ഉഴുന്നുവടയും അതുപോലെ തന്നെ പലതും കൊണ്ടുവരുന്നുണ്ട്, പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലല്ലോ മലട്ടൊന്നും. അപ്പൊ രാമൻ പറയാം, നമുക്കിവിടെ വിട്ടിട്ട് കൊടുങ്കാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരിയായിരുന്നു സീത എങ്കിൽ എന്തായിരിക്കും പറയാ? നിങ്ങൾക്ക് വട്ടുണ്ടോ മനുഷ്യ? ഇത്രയും സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ, ഇത്രയും സുഖകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ വിട്ടിട്ട് ആരെങ്കിലും ആ ഏടാകൂടം പിടിച്ച, അപകടം പിടിച്ച കാട്ടിലേക്ക് ആരെങ്കിലും പോവോ? തടയോ നിങ്ങൾ? ചോദ്യം മനസ്സിലായില്ല. നിങ്ങളായിരുന്നു സീതയെങ്കിൽ രാമനെ തടയുമോ? എനിക്ക് കാതിത്തിരി കുറവാ. നിങ്ങളായിരുന്നു സീതയെങ്കിൽ രാമനെ തടയുമോ? എത്ര പേര് തടയും? രാമനെ വിടും, നിങ്ങൾ തടയുമെന്ന ചോദ്യം. രാമന്റെ കാര്യം നോക്കണ്ട, രാമനെ തടയോ എന്നാണ് എൻ്റെ ചോദ്യമുള്ളത്. എത്ര പേര് തടയും? എന്തിനാ ഈ വെറുതെ ഏടാകൂടങ്ങളിൽ പോണത്? ഇവിടെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചാൽ പോരെ? 14 കൊല്ലം ഇവിടെ തീർന്നാ പോരെ? ഈ വളരെ കഷ്ടപ്പാട് പിടിച്ച, ബുദ്ധിമുട്ട് പിടിച്ച ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്തിനീ പുലിവാല് പിടിക്കണം? പറയൂല്ലയോ? പറയും. കാരണം എല്ലാവർക്കും ഒരു കംഫർട്ടാണ് ഇഷ്ടം, അല്ലേ? സൗകര്യങ്ങളിൽ ജീവിക്കലാണ് ഇഷ്ടം. പക്ഷെ ആ സൗകര്യങ്ങളൊക്കെ വിട്ട് രാമൻ കൊടും കാട്ടിലേക്ക് കടക്കുമ്പോൾ, അപ്പൊ ജീവിതത്തില് ഒരു കാര്യം രാമൻ പഠിപ്പിക്കുകയാണ്. എന്താണ്? എത്രയൊക്കെ നമുക്ക് സുഖ ജീവിതം കിട്ടിയാലും പ്രയാസങ്ങളും പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിറഞ്ഞ കാട്ടിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു വാനപ്രസ്ഥമുണ്ട്. എന്താണ് ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വിചാരിക്കേണ്ട വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോട് കാട്ടിൻ്റെ ഉള്ളിൽ പോയിരിക്കലല്ല. മനസ്സിലായില്ലേ? വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ മലമ്പുഴയുടെ ഉള്ളില് കാട്ടിപ്പോയിട്ടിരിക്കലല്ല. അപ്പൊ ഇവിടെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയുള്ളൊരു
ഒരു യാത്രയാണ് ഏത്? വാനപ്രസ്ഥം. അപ്പൊ പ്രായമായവർക്ക് വാനപ്രസ്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമാകുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുക, അല്ലേ? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ അലട്ടുന്ന പ്രായമാണ് ഏത്? പ്രായമാകുമ്പോൾ. അപ്പൊ അത്തരം പ്രായമായ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുന്നതാണ് ഏത്? വാനപ്രസ്ഥം. അപ്പൊ വാനം എന്ന് പറയുമ്പം അർത്ഥം ആകാശം എന്നുള്ള അർത്ഥമല്ല. വനം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ചുറ്റുപാടിലൂടെ ഉള്ളൊരു യാത്ര. അങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് രാമന്റെയും സീതയുടെയും മനസ്സ് തയ്യാറാവുക. ഇപ്പൊ രാമായണം നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ലൈഫല്ല നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ജീവിതത്തിൽ ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പല രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണ് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഗാസ എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുള്ളതാണ്. ഇപ്പൊ വെസ്റ്റ് ഗാസ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നത് എന്തൊരു സമൃദ്ധിയും ഒക്കെ ആയിട്ടും ജീവിച്ചവരാണ്. ഒരിക്കൽ ഇസ്രായേലിന്റെ അകത്തേക്ക് കയറി അവർ പ്രശ്നം ഉണ്ടാക്കി, ഇസ്രായേൽ തവിട് പൊടിയാക്കി. ഇന്നിപ്പം പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ടെന്റിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. മനസ്സിലായില്ലേ? ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, പ്രകൃതിക്ക് ഒന്ന് ക്ഷോഭിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, ഇല്ലേ? എല്ലാം ആണോ അല്ലയോ? നിങ്ങൾ ആരെങ്കിലും പത്രങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നവരാണോ അറിയില്ല. 3 ദിവസം മുമ്പാണ് 8 ലക്ഷം ആളുകളെ ചൈനയിൽ ഇവാക്യുവേറ്റ് ചെയ്തത്. ഭയങ്കര ഫ്ലഡും 220 കിലോമീറ്റർ സ്പീഡിൽ അടിച്ച കാറ്റും. പല പ്രൊവിൻസിന് 8 ലക്ഷം ആളുകൾ. അപ്പൊ നാളെ നിങ്ങളോട് പറയാണ് വീട് ഒഴിയണം, കാരണം വലിയ ഒരു പ്രശ്നം വരുന്നുണ്ട്, പ്രകൃതിയിൽ പ്രശ്നം വരുന്നുണ്ട്, ഒഴിയണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മൾ പല കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോവാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ എല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? ഇപ്പൊ ഫ്രാൻസ്, അതുപോലെ സ്പെയിൻ തുടങ്ങിയെടുത്ത് എന്താ അറിയോ നിങ്ങൾക്ക്? വലിയ കാട്ടുതീ പെട്ടിട്ട് ഏറെക്കുറെ 6 ലക്ഷം ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. കാട്ടുതീ പടർന്നുപോയി. ഈ തരത്തിലുള്ള പ്രതിസന്ധികള് തീയുടെ രൂപത്തിലും വെള്ളത്തിന്റെ രൂപത്തിലും, അല്ലേ? അതുപോലെ ഭൂകമ്പത്തിന്റെ, വെനൻസുല എന്ന് പറഞ്ഞൊരു രാജ്യത്തില് ഭൂകമ്പം ഒരു പ്രാവശ്യം വന്ന അതേ ഫ്രീക്വൻസിയിൽ അടുത്തതും വന്നു. വായിച്ചില്ലേ നിങ്ങൾ പത്രത്തിൽ? ഇതൊക്കെ ഇത്ര ആളുകളുടെ ജീവിതമാണ് താളം തെറ്റുന്നത്. അപ്പൊ മനുഷ്യൻ എപ്പോഴും സുഖകരമായ ജീവിതം മാത്രമല്ല, നമുക്ക് പ്രതികൂലമായ ജീവിതത്തിലൂടെയും കടന്നു പോവേണ്ടതുണ്ട്. ഒരുപക്ഷെ സീതയ്ക്കും ലക്ഷ്മണനും ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു പാഠമായി മാറണം. നാളെ ജീവിതത്തിൽ പ്രതികൂലമായി വരുമ്പോൾ അതിൽ താളം തെറ്റുന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാവരുത്. അതിനെയും നമുക്ക് എന്ത് ചെയ്യണം? മറികടക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? പണ്ടുള്ളവർ പറയാറില്ലേ, തീയിൽ മുളച്ചത്, അങ്ങനെ ഒരു പ്രയോഗല്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ഇന്നത്തെ തലമുറയെ പഠിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഇന്നിപ്പോ നമുക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ചാൽ, നമ്മൾ വളരെ കംഫർട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് സുഖങ്ങളിൽ വളർന്നപ്പോൾ അവർക്ക് പ്രതികൂലമായ ജീവിതത്തെ ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വിമർശനം വരുമ്പോഴേക്കും ആത്മഹത്യ, ചെറിയൊരു നഷ്ടം വരുമ്പോഴേക്കും ആത്മഹത്യ. എല്ലാറ്റിനും ഒറ്റ പരിഹാരമേ ഉള്ളൂ. പണ്ടൊക്കെ ഈ പാലക്കാട് ടൗണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏത് രോഗത്തിനും മയിലെണ്ണ അവിടെ ചന്തയിൽ കടന്ന് വിൽക്കുന്നുണ്ടാവും. വാതരോഗം വന്നാലും മയിലെണ്ണ, മുട്ടുവേദന വന്നാലും മയിലെണ്ണ, ബാക്കിൽ വേദന വന്നാലും ഷോളിൽ വേദന വന്നാലും, ഇനി വയറിന് അസുഖം വന്നാൽ മയിലെണ്ണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സർവ്വരോഗ നിവാരണിയായിട്ടാണ് ഈ തരം ഇല്ലേ എണ്ണകൾ വിൽക്കുന്നത്, കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ അതൊക്കെ പോയി. പഴയ കാലത്താണ് എല്ലാറ്റിനും ഒരു മയിലെണ്ണ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ? ഈ രീതിയിലൊക്കെ ആളുകൾ കച്ചവടം ചെയ്തിരുന്നു. ആളുകൾ കുറെ പൊട്ടന്മാരെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായി, എന്തിനുപയോഗിച്ചു എന്നറിയില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ സർവ്വരോഗ നിവാരണി ആയ മരുന്നുകളൊക്കെ വിൽക്കുന്ന പോലെയാണ് ഇന്നത്തെ യുവത്വത്തിന് എല്ലാറ്റിനും ഒറ്റ പരിഹാരമേ ഉള്ളൂ, കയറ്. എല്ലാറ്റിനും ഒരൊറ്റ പരിഹാരം, എന്ത്?
കയറെടുക്കുക, തൂങ്ങുക. നിങ്ങൾ നോക്കൂ, പണ്ട് ഇത്രയും ആത്മഹത്യ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഒരു 4-5 കൊല്ലം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, പത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യകളുടെ എണ്ണം കൂടുതലാണോ കുറവാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മുടെ യുവാക്കളുടെ ഇടയിൽ കുറവാണോ കൂടുതലാണോ? അപ്പൊ നിങ്ങളുടെയൊക്കെ പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ, ആ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സുഖ സൗകര്യങ്ങളൊക്കെ കൂടിയ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ആത്മഹത്യ കുറയാണ് വേണ്ടത്, അല്ലേ? അന്നത്തെ കഷ്ടപ്പാടുകളും അന്നത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ തലമുറയ്ക്കില്ല. പക്ഷെ ഇന്ന് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മനസ്സിന് പലതിനെയും നേരിടാനുള്ള മനോബലം ഒട്ടുമില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്നെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? കേവലം ഭൗതിക സുഖ സൗകര്യങ്ങൾ മാത്രം പോരാ, പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു മനോബലം കൂടി ഉണ്ടെങ്കിലേ ജീവിതത്തെ നമുക്ക് പ്രയാസങ്ങളെ മറികടക്കാൻ പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ എന്ന് പഠിക്കണ്ടേ? വേണോ വേണ്ടേ? ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് രാമൻ ഇവരെയൊക്കെ കൂട്ടി എങ്ങോട്ട് പോകുന്നത്? ദുർഘടമായ വനത്തിലൂടെ യാത്ര ചെയ്യുന്നത്. കാരണം ജീവിതത്തിൽ എന്നും അനുകൂലമായി അവിടുന്ന് പക്കോടിങ് കൊണ്ടുവരുന്ന ജീവിതമല്ല, പ്രതികൂലമായ അനുഭവവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള വനവാസ യാത്രയൊക്കെ ആയിരിക്കാം രാവണന്റെ കസ്റ്റഡിയിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് ബലം കൊടുത്തത്? ആർക്ക് ശക്തി കൊടുത്തത്? ആർക്ക് ധൈര്യം കൊടുത്തത്? സീതാദേവിക്ക്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രതികൂലമായ ഒരു ചുറ്റുപാടിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് പെട്ടെന്നുണ്ടാവില്ല. രാമായണത്തിലൂടെ നമ്മൾ ഇടതാപ്പുറങ്ങൾ വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനസ്സും നമുക്ക് പെട്ടെന്നുണ്ടാവില്ല. ഏത് മനസ്സും നമുക്ക് വാർത്തെടുക്കണം, പരിശീലിപ്പിച്ചെടുക്കണം. അതാണ് നമുക്ക്, ഞാൻ പറയലേ, പ്രാർത്ഥനാ സംസ്കാരമല്ല ഹിന്ദുമതം. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പരിശീലനത്തിന്റെ സംസ്കാരമാണ്. ആ നിരന്തരമായ പരിശീലനം. ഇപ്പൊ വളരെ മനോഹരമായി ശംഖനാദം കേൾക്കുന്നു. ഇന്നിപ്പം നിങ്ങളുടെ കയ്യിൽ ആ ശംഖ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ പൂർണ്ണമായിട്ട് ശബ്ദം ഉണ്ടാക്കും. കാരണം അത് വിളിച്ച് 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 അതുമായിട്ടൊരു ട്യൂണിങ് വരണം. എന്നതുപോലെയാണ് ജീവിതത്തിൽ പ്രതികൂലമായതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു പരിശീലനം മനസ്സിന് ഉണ്ടാവണം. അതാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്നിപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വലിയ ഒരു സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിച്ച് അവരാ കംഫർട്ടിൻ്റെ ഉള്ളിൽ ജീവിച്ചപ്പോൾ എന്തായി? ചെറിയൊരു കാറ്റ് തട്ടിയാൽ പോലും, അതായത് പ്രശ്നങ്ങൾ തട്ടിയാൽ പോലും അവർ മെന്റലി വളരെ അപ്സെറ്റായി, വളരെ ഡൗൺ ആയി, വളരെ മാനസികമായി. കാരണം നമ്മൾ ഇപ്പോഴാണ് ഈ വാക്കുകളൊക്കെ കേൾക്കുന്നത്. ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. പണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അന്ന് നോക്കൂ, 10 മക്കളെ വളർത്തുന്ന അമ്മയുടെ ടെൻഷൻ എത്ര ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 10 മക്കളെ വളർത്തിയ ഒരു അമ്മയുടെ ടെൻഷൻ എത്ര ഉണ്ടാവും, അല്ലേ? അപ്പൊ അവരുടെയൊക്കെ വാക്ക്, ആ ടെൻഷൻ എന്നുള്ള വാക്ക് അവിടെയല്ലേ വരേണ്ടത്? അവരല്ലേ ഡിപ്രഷനിൽ പോകേണ്ടത്? ആണോ അല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ 8-10 കിലോമീറ്റർ നടന്നു സ്കൂളിൽ പോയവര്, എത്ര ദൂരെ, അന്ന് മൊബൈൽ പോലും ഇല്ലാതെ ബോംബെയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് നാട്ടിലേക്ക് മാസത്തിലൊരിക്കൽ കത്തെഴുതി ജീവിച്ചവര്, അമ്മയും കാണുന്നില്ല, അച്ഛനെയും കാണുന്നില്ല, ഉണ്ടോ ഇല്ലയോ? ഈ തരത്തിലുള്ള എത്രയോ ദുരിതങ്ങള് കടന്നുപോയ ആളുകൾ ഇവിടെ ഇരിക്കില്ലേ? അപ്പൊ ഇതൊക്കെ തരണം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നും തോന്നാതിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു കാര്യം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ടെൻഷൻ, സ്ട്രെസ്, BP ഇതൊക്കെ വരാൻ കാരണമുള്ളത് മാനസികമായ മനോബലത്തിന്റെ അളവ് ഇന്നത്തെ തലമുറയിൽ വളരെ വളരെ കുറവാണ്. ഇത് നമുക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര രാമായണം വായിച്ചിട്ടും കാര്യമില്ല. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമുണ്ടാവേണ്ടത്. വളർന്നു വരുന്ന തലമുറയെ പ്രതിസന്ധികൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക, കഴിവുള്ളവരാക്കുക, കരുത്തുള്ളവരാക്കുക. വേണോ വേണ്ടയോ? അതാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു രാമായണം. അപ്പോഴാണ് ഈ വനത്തിലൂടെ കടന്നു പോകുന്ന രാമലക്ഷ്മണന്മാര് അവര് ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനായി തയ്യാറായി. രാമൻ പറയുന്നുണ്ട്, ചാപപാണീരങ്ങളെ ഇതൊക്കെ റെഡിയാക്കി വെക്കൂ ലക്ഷ്മണ, കാരണം ഘോരരായ രാക്ഷസന്മാരൊക്കെ ഇവിടെ ധാരാളമുണ്ട്. എന്നാ പിന്നെ എന്തിനാ വനത്തിൽ പോയത്? അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞ സീതയാണെങ്കിൽ എന്താ ചോദിക്കേണ്ടത്? എന്നാ പിന്നെ എന്തിനാ ഈ പണിക്ക് പുറപ്പെടുന്നത്?
എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അല്ലേ? ഈ ചോദ്യം ചോദിക്കില്ലേ? എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നമുക്ക് ഇവിടെ നിന്നാ പോരെയെന്ന്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഒരു ഉത്തരം, നാളെ വരാൻ പോകുന്ന വലിയ പരീക്ഷണങ്ങളെ നേരിടാൻ മനസ്സിനെ ഒരു പരിശീലിപ്പിച്ചെടുക്കലാണത്. മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കലാണ്. നിങ്ങൾക്കറിയോ, സ്പേസിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഇവിടുന്ന് കേട്ടില്ലേ? സ്പേസിലേക്ക് റോക്കറ്റിലൊക്കെ ആൾക്കാരെ കൊണ്ടു. ഇപ്പൊ ഒരു അനിൽ മേനോൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ, ഒറ്റപ്പാലത്തുകാരനാണ് പോയിരിക്കുന്നത്, ഡോക്ടർ. അപ്പൊ ഇങ്ങനെ ആളുകളെ അവിടെ കൊണ്ടുപോകുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നലെ വരെ ഇരുന്ന ഒരു സാധാരണ നടന്ന ഒരാളെ പിടിച്ചങ്ങോട്ട് കയറ്റി കൊണ്ടുപോകേണ്ടത്? അപ്പൊ അവിടുത്തെ ആ കാലാവസ്ഥയിൽ എങ്ങനെയായിരിക്കും ജീവിതം, ആ സ്പേസ് ഷട്ടിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്, അതേ അന്തരീക്ഷം അവർ ഭൂമിക്കടിയിൽ ഉണ്ടാക്കും ആ പ്രഷറിൽ വെച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ കാലം അവരെ താമസിപ്പിച്ച് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ ആരോഗ്യസ്ഥിതി നോക്കി എന്നിട്ടൊക്കെയാണ് എങ്ങോട്ട് വിടുന്നത്. അപ്പൊ അവര് ഓൾറെഡി അവിടുത്തെ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനം ഭൂമിക്കടിയിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഞാൻ ഒരിക്കലും നാസയിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സീനിയർ സയന്റിസ്റ്റ് എന്നെ അതിൽ കൊണ്ടുപോയി. ഭൂമിക്കടിയിൽ അങ്ങനെ അയാള് സീനിയർ സയന്റിസ്റ്റ് ആയതുകൊണ്ട് എന്നെ കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ശ്വാസം മുട്ടും ഇതിൻ്റെ ഉള്ളിൽ പോയാൽ. അപ്പൊ അവരെ അങ്ങനെ പരിശീലിപ്പിച്ച് അവരുടെ ബ്ലഡും ബ്ലഡ് ഷുഗറും ഹാർട്ടിന്റെ പ്രഷറും എല്ലാം താളക്രമത്തിലാക്കി അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തതിന് ശേഷമാണ് എവിടെ കൊണ്ടുപോകുന്നത്. അല്ലാതെ അവരൊരു സുപ്രഭാതം കുട്ടിശങ്കര നിനക്ക് പണിയൊന്നുമില്ലല്ലോ, പോവാ നമുക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടിശങ്കരനെ കൂട്ടി കൊണ്ടുപോകല്ല. ഏതൊരു വ്യക്തിക്കും അവർ പരിശീലനം കൊടുക്കും. ഇതുപോലെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെ നേരിടാൻ ചില പരിശീലനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ സാധിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർ ഈ കാലത്ത് എണീറ്റ് മദ്രസയിൽ പോകുന്നു. അവർക്കാണെങ്കിൽ ഒരു മാസം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വ്രതം, ഈ തരത്തിലുള്ള കുറേ ചാലഞ്ചുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ വലിയ പ്രശ്നം വന്നാലൊന്നും അവരെ ബാധിക്കാത്തത്. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ വ്രതമുണ്ടോ കുട്ടികൾക്ക്? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഉണ്ടോ? മൂക്കുമുട്ട തിന്നുന്നതാണ് വ്രതം, അല്ലേ? നിങ്ങൾ നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കാലത്തെണീക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? ഇല്ല. അപ്പം എല്ലാം കംഫർട്ടിൻ്റെ ഉള്ളിൽ ജീവിച്ച് സുഖ സൗകര്യങ്ങൾ കൂടുമ്പോൾ, സുഖം കൂടുന്തോറും മനോബലം കുറയും. ഇതൊരു സീസോ പോലെയാണ്. സീസോയുടെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗത്ത് നമ്മൾ ഇരിക്കുമ്പോൾ മറ്റേ ഭാഗം പോകും. സുഖ സൗകര്യങ്ങൾ കൂടുന്തോറും മനോബലം കുറയും എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു, അല്ലേ? അപ്പൊ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോൾ അത് നമുക്കൊരു വിഷമായി തോന്നുമെങ്കിലും ഏത് കൂടും? മനോബലം കൂടും എന്ന് നമ്മൾ പഠിക്കേണ്ടിയുള്ളൂ. അപ്പൊ ഈ വനവാസം എന്തിനാ രാമൻ പോയത്? എന്തിനാ വനവാസത്തിന് പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്വതന്ത്രമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കൂ. ചിത്രകൂടത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന രാമൻ എന്തിന് വനവാസത്തിൽ പോയി? നിങ്ങളാണെങ്കിൽ എന്താ പറയാ അറിയോ? വട്ട് എന്ന് പറയും. എന്താ പറയാ? രാമന് വട്ട് എന്ന്. അരെ, ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് ഈ കഷ്ടപ്പാട് പിടിച്ച് ഈ വനത്തിലേക്ക് പോകേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന്? ഇല്ലേ, ശരിയല്ലത്. ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ രാമൻ ചെയ്ത് തെറ്റായിട്ടല്ലേ തോന്നുക? സീതയും വെച്ചിട്ട് അവിടെ ഇരുന്നാ പോരെ? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത. എന്നാൽ രാമൻ ആ സീതയും ലക്ഷ്മണയും കൊണ്ട് ഇത്രയും കഠിനമായ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ വനത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്ര നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ വരാൻ പോകുന്ന പല പ്രതിസന്ധികളെയും നേരിടണമെങ്കിൽ അതിന് മനസ്സിനെ പ്രാപ്തമാക്കേണ്ടതുണ്ട്, പരിശീലിപ്പിക്കേണ്ടതുണ്ട്, മനസ്സിനെ അതിനൊരു കഴിവുള്ളതാക്കി മാറ്റേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഈ സ്ത്രീകൾക്കൊക്കെ പണ്ട് കാലത്ത് വ്രതം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. കുറച്ചൊരു കഷ്ടപ്പാടുകൾ മനസ്സിന് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിന് സഹിക്കാനും ക്ഷമിക്കാനും കടന്നു പോകാനുള്ള സഹനശക്തിയും ഉണ്ടായിരിക്കും. പഴയ സ്ത്രീകൾക്ക് അതായിരുന്നു അന്നത്തെ കാലത്തെ ശക്തി. എന്നാൽ ഇന്നതൊക്കെ തകിടം മറച്ചപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ആത്മഹത്യകൾ. നമുക്ക് ഇനിയെങ്കിലും നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇപ്പൊ ഒന്ന് രക്ഷിച്ചെടുക്കണം. കാരണം അവരതിലും സുഖത്തിലാണ് ജീവിക്കുന്നത്. നോക്കൂ, നിങ്ങളെല്ലാം ടാബിലും
ഇന്ന് സുഖങ്ങളുടെ ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ സ്വിഗ്ഗി ഓർഡർ ചെയ്താൽ ഭക്ഷണം കിട്ടുകയാണ്. എന്താണോ എൻ്റെ ഇഷ്ടം, നാക്കിന് ഇഷ്ടം, അപ്പം അത് കിട്ടുകയാണ്. സൊമാറ്റോ ആയിട്ടും സ്വിഗ്ഗി ആയിട്ടും എല്ലാ സൗകര്യങ്ങളും കൂടി വരികയാണ് അല്ലേ. അപ്പം സൗകര്യങ്ങൾ കൂടുന്തോറും, സുഖസൗകര്യങ്ങൾ കൂടുന്തോറും മനോബലം കുറയും. ഇത് നമ്മൾ തലയിൽ വെക്കണം. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവണം. അതിനാണ് പൂർവികർ ക്ഷേത്രങ്ങളൊക്കെ കുന്നിന്റെ മുകളിലൊക്കെ കൊണ്ടുവച്ചത്. നിങ്ങൾ നോക്കൂ, ശബരിമലയൊക്കെ കുന്നിന്റെ മുകളിൽ, എന്തിനാ പഴനിക്ക് എന്തിനാ കുന്നിന്റെ മുകളിൽ വെച്ചത്? കുറച്ചൊക്കെ ഒരു കഷ്ടപ്പാടുകൾ ആളുകൾ അനുഭവിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഹെലികോപ്റ്ററിൽ ചെന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങാൻ പറ്റുമെന്ന്. ഞാൻ ഇപ്രാവശ്യം കേദാർനാഥിൽ പോയി. അപ്പൊ എൻ്റെ കൂടെ ഒരു 10-50 പേരുണ്ട്. 45 പേര് ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തു. നോക്കണം, 45 പേരും ഹെലികോപ്റ്ററിലേ പോകുള്ളൂ. ശരി, എന്തായാലും ഹെലികോപ്റ്ററൊക്കെ ബുക്ക് ചെയ്യാൻ ഏർപ്പാടാക്കി. നല്ല കാലാണോ എന്നറിയില്ല, ഹെലികോപ്റ്റർ നടന്നില്ല. അത് ക്യാൻസലേഷൻ വന്നു. ഒരാൾക്കും ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു വഴിയുള്ളൂ, കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ, അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ, അല്ലെങ്കിൽ പാൽക്കി എന്ന് പറയുന്ന സംഭവം. അപ്പം ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏജന്റ് ഉണ്ട്. അയാൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവിടെ താമസം അറേഞ്ച് ചെയ്യാന്ന്, കേദാർനാഥില്. അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ പിന്നെ എങ്ങനെങ്കിലും അങ്ങോട്ട് പോവാന്നായി. നേരത്തെ ഇനി പരിപാടിയേ ഇല്ല എന്നാണ്. കേദാർനാഥിലേക്ക് വരുന്ന പ്രശ്നമില്ല, കാരണം ഹെലികോപ്റ്റർ ഇല്ല. അപ്പൊ ഒട്ടും കുതിരപ്പുറത്തൊന്നും പോവില്ല പറഞ്ഞവരൊക്കെ കുതിരപ്പുറത്തും. ഇങ്ങനെ കുറെ പേര് നടന്നു, കുറെ പേര് കുതിരപ്പുറത്ത് പോയി, കുറെ പേര് പാൽക്കിയിൽ പോയി. സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കഷ്ടപ്പാടുകളാണെങ്കിലും അവിടെ എത്തിയപ്പോഴും നല്ല ദർശനം. ആരും തിരക്കൂല, ബഹളവും ഇല്ല. അവിടെ 2 മണിക്കൊരു അഭിഷേകമൊക്കെ ഉണ്ട് പുലർച്ചയ്ക്ക്. അപ്പൊ അതൊക്കെ ബുക്ക് ചെയ്തപ്പോൾ ആൾക്കാരെല്ലാവരും അഭിഷേകമൊക്കെ ചെയ്തപ്പം അപ്പൊ ആൾക്കാർക്ക് തോന്നി, ഓ, ഹെലികോപ്റ്റർ പോയത് വളരെ നന്നായി, ഇതൊക്കെ കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പൊ ചില കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലും വലിയ അനുഭവങ്ങളായിരിക്കും അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന്. അത് ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞാൽ, നമ്മളൊരു ലേശം ഉൾക്കണ്ണ് തുറക്കേണ്ട സമയമാണ്. കാരണം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള മനസ്സ് ഒട്ടുമില്ല. അവരാ തരത്തിൽ വളർന്നുപോയി. അത് അപകടമാണ്. എന്താ അപകടം? സുഖസൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ മനോബലം കുറയും. ഇതെപ്പോഴും നമ്മൾ ഓർത്തോളണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഷ്ടപ്പാട് വന്നാൽ പെട്ടെന്ന് ജീവിതം തീർക്കാൻ അവർക്ക് തോന്നും. അത് അപകടകരമായൊരവസ്ഥയാണ്. ആണോ അല്ലയോ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ഇതിനുള്ളൊരു പ്രേരണയും പ്രചോദനവും ആവണം രാമായണം. അതിനാണ് നമ്മൾ രാമായണം വായിക്കുക. അല്ലാതെ രാമൻ കാട്ടിപ്പോയി സീതയുടെ കൂടെ, അവൻ വേറെ വഴിയൊന്നുമില്ലല്ലോ, 14 കൊല്ലം കറങ്ങണ്ടേ, എന്തായാലും തീർത്തേക്കാന്ന് വിചാരിച്ചൊരു രാമനോ ഇങ്ങോട്ട് പോയി കാട്ടിപ്പോയി. നമുക്ക് കഥ വായിക്കാം, പക്ഷെ ഈ കഴുതകളെപ്പോലെ ഇരുന്ന് വായിച്ചിട്ടെന്താ കാര്യം? മനസ്സിലായില്ലേ? നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ചില സന്ദേശങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ മൂല്യങ്ങളായി മാറുന്നത്. പ്രത്യേകിച്ച് എൻ്റെയും നിങ്ങളുടെയും ജോലിയാണ് തലമുറകൾക്ക് ചിലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഉള്ളതും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഓരോ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം പണ്ടത്തേതിനേക്കാളും കൂടി വരികയാണ്. ഓരോ ദിവസവും കൂടി വരികയാണ്. മനസ്സിലായില്ലേ? ഇന്നത്തെ പത്രത്തിയാണ് തോന്നുന്നു, വായിക്കുമ്പോൾ വളരെ സങ്കടമാണ് ഓരോ കാര്യങ്ങള്. എവിടെയുള്ളൊരു കുട്ടിയാണ്, പാലക്കാട് എവിടെയുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ അവള് എവിടെയോ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവൾക്ക് ട്രാൻസ്ഫർ വന്നപ്പം അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ്. ആരെങ്കിലും വായിച്ചു അറിയില്ല. ആലപ്പുഴ ആ ഭാഗത്തെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച അവളുടെ ബോഡിയാണ് കണ്ടുകിട്ടിയത്. വായിച്ചു ആരെങ്കിലും ഒരു പേപ്പറിൽ? ഇന്നത്തെ പേപ്പറിലുള്ള വാർത്തയാണത്. വായിച്ചു മറഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയൊരു വാർത്തയാണ്. 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒറ്റ മകൾ, അമ്മയ്ക്ക് അച്ഛനും. അപ്പൊ ആലോചിച്ച് നോക്കൂ, എത്ര മോഹിച്ചിട്ട് പരീക്ഷ എഴുതി, ടെസ്റ്റ് എഴുതി കിട്ടി. അത് കഴിഞ്ഞ് യാത്ര പറയാൻ വേണ്ടി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആള് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, എത്രയുള്ള കാര്യം. അപ്പൊ ജീവിതത്തില് ഇങ്ങനെ പ്രതികൂലങ്ങളായ അനുഭവങ്ങളിലൂടെ ഇനി ചാടിയതാണോ, മരിച്ചതാണോ, ആത്മഹത്യയാണോ, അല്ലെങ്കിൽ അവിടെ ചാടേണ്ട കാര്യം എന്താ, എന്തോ അറിയില്ല. ഈ കുട്ടി ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്ന കുട്ടി എന്തിനാ അവിടെ വീഴുന്ന ചോദ്യം വരുമ്പം അതിന് സീറ്റിലിരുന്നാൽ പോരെ. ഇനിയിപ്പം ബാത്റൂമിൽ പോവാണെങ്കിലും അവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, ഡോറിന്റെ അടുത്തേക്ക് ഉണ്ടോ? എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. അതെന്താണെന്നുള്ള പോലീസിനും അറിയില്ല. കാരണം പോലീസ് നോക്കുമ്പോണ്ട് ഒരു ബോഡി അവിടെ കിടക്കണു, അവരെടുത്തു, ഇനി കൊണ്ടുപോയി, ഇനിയിപ്പോൾ എന്താണെന്നുള്ളത്
ആത്മഹത്യയാണോ എന്നൊന്നും അറിയില്ല, ഇനി വല്ലവനും തട്ടിയിട്ടാണോ കൊന്നതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ജീവിതം എപ്പോഴും ഒരു കംഫർട്ടിലാണെന്ന് ഒരിക്കലും തോന്നരുത്. അനുകൂലവും പ്രതികൂലവും, ഒരു നാണയത്തിന് ഒരു വശം മാത്രമല്ല, നാണയത്തിന് രണ്ടു വശങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഒരു വശം മാത്രം നോക്കി ജീവിച്ചാൽ, ഓ ഇന്ന് സുഖാണ്, നാളെയും സുഖാണ്, മറ്റന്നാളും സുഖമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ, മനസ്സിലായില്ലേ, അപ്പോഴും നമുക്ക് പലതും വരുമ്പോൾ മനസ്സ് കടന്ന് പടയും. അപ്പോഴാണ് നമുക്ക് ബി പി, ടെൻഷൻ, സ്ട്രെസ്. അതെന്താ കാരണം? ബി പിയും ടെൻഷനും സ്ട്രെസ്സൊക്കെ വരാൻ കാരണം, ഇന്നും സുഖമായിരുന്നു, നാളെയും സുഖമാണ്, മറ്റന്നാൾ സുഖമല്ല. അപ്പൊ ഇന്ന് ഇത്രയും ദിവസം സുഖം വന്നത് പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പം ആ പ്രതികൂല കാലാവസ്ഥയെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിനെ പരിശീലിപ്പിക്കണ്ടേ, ഇന്ന് സുഖമാവാം, നാളെയും സുഖമാവാം, പക്ഷേ മറ്റന്നാൾ പ്രതികൂലമായാലും അതിനെയും ഞാൻ തരണം ചെയ്തു പോണം എന്ന് മനസ്സിനെ പഠിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അത് വേണ്ട. അങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ കേരളീയര്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളീയരാണ് കൂടുതൽ, ഇന്ന് മരുന്നുകൾക്ക് അടിമപ്പെട്ടുപോയി. ഇന്ന് പാശ്ചാത്യരുണ്ടാക്കിയ മരുന്നിന്റെ അടിമകളാണ്. മരുന്നില്ലാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. ഒരു 23 വയസ്സാകുമ്പോഴേക്കും ബി പിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ചു എന്തൊരു വിഡ്ഢിത്തരമാണെന്ന്, എന്തൊരു കഷ്ടമാണ്. അത് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലാണ്. നിങ്ങൾ ആ ഉത്തരാഖണ്ഡിലൊക്കെ ഒന്ന് പോയി നോക്കൂ. കുന്നു കയറി പോകേണ്ട ആൾക്കാരാണ് അവിടെ വീട്. നിങ്ങളൊന്ന് ആരെങ്കിലും പോയിട്ട് ഉത്തരാഖണ്ഡിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പോയി നോക്കണം നിങ്ങൾ. കുത്തനെ കയറി 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 അവരോട് ചോദിച്ചു ബി പിക്ക് മരുന്നുണ്ടോ എന്ന്. എന്ത് മരുന്ന്? അവർക്ക് ബി പി വേണ്ടേ, നല്ല മരുന്ന് കഴിക്കണ്ടുള്ളൂ. അപ്പൊ എത്ര കംഫർട്ടിൽ ജീവിക്കുന്നോ അത്ര ജീവിതത്തിൽ മാനസിക ആരോഗ്യം കുറയും. മാനസിക ആരോഗ്യം കുറയും തോറും ശാരീരിക രോഗം കൂടും. അതാണ് അതിന്റെ ലക്ഷണം. മനസ്സിലായില്ലേ? അതിനാണ് വ്രതങ്ങളും അതിനാണ് അനുഷ്ഠാനങ്ങളും. നിങ്ങൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി നോക്കൂ. ഒരു 5-5:30 എണീറ്റ് അമ്പലത്തിൽ പോയി ഒരു 10-11 റൗണ്ട് പ്രദക്ഷിണം വെച്ച് കുറച്ച് ഒരു ഭാഗത്തിരുന്ന് കുറച്ച് ജപിച്ച് ഓങ്കാരം ചൊല്ലി തിരിച്ചു നോക്കൂ. ഒരു ബി പിക്ക് നിങ്ങൾക്ക് മരുന്ന് വേണ്ട. കാരണം നിങ്ങളുടെ സിസ്റ്റം ശരിയായി. നിങ്ങളുടെ മനസ്സ് ശരിയായാൽ ബോഡി ശരിയായി. മനസ്സ് ശരിയാവാതെ ബോഡി ശരിയാക്കാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. മനസ്സ് ശരിയായാൽ ബോഡി ശരിയായി. കാരണം മനസ്സും ബോഡിയും എന്നത് ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ്. ഐൻസ്റ്റീനിയൻ ഫിസിക്സാണ് പഠിക്കുന്നത്. എനർജി ആൻഡ് മാറ്റർ, എനർജി ആൻഡ് മാസ്. എനർജി മാസ് ആകുന്നു. എനർജിയാണ് നിങ്ങളുടെ മൈൻഡ്, മാസ് എന്നതാണ് നിങ്ങളുടെ ബോഡി. എനർജി ഇല്ലാതെ എങ്ങനെയാ മാസ് ഉണ്ടാവുക? ഫിസിക്സ് അതല്ലേ പഠിക്കുന്നത്. എനർജി E=mc² എന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്, ആണോ? ഇതുപോലെയാണ് മൈൻഡ് ആൻഡ് ബോഡി എന്നുള്ളത്. അപ്പൊ മൈൻഡ് എന്ന് പറയുന്ന സൂക്ഷ്മ ശക്തിയും ബോഡി എന്ന സ്ഥൂല ശക്തി കണക്റ്റഡ് ആണ്, ആണോ അല്ലയോ? അപ്പൊ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ ശരീരത്തിനും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണം ശരീരത്തിനാണ് രോഗം എന്നാണ്. നിങ്ങൾക്ക് ബി പി ശരീരത്തിനല്ല. നിങ്ങളുടെ ബി പി എവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലാണ്. എന്താണ് ബി പി എന്ന് പറഞ്ഞാൽ? ബാഡ് പ്രഷറാണ്, വേണ്ടാത്ത ചിന്തയാണ്. ആ ചിന്തകൾ മാറണമെങ്കിൽ എന്ത് വേണം? അവിടെ ബി പി ഉണ്ടാവണം. ഏത് ബി പി? ഭഗവാൻ പ്രഷർ ഉണ്ടാവണം. ഏതുണ്ടാവണം? ഈ ബാഡ് പ്രഷർ മാറ്റിയിട്ട് ഭഗവാന്റെ പ്രഷർ ഉണ്ടാക്കണം. അപ്പൊ ഭഗവാന്റെ പ്ലഷർ വരും. ജീവിതം വളരെ പ്ലഷറായി മാറും. പ്രഷർ ഉണ്ടാവില്ല. അപ്പൊ ജീവിതം സ്വസ്ഥമായി. ഈ തരത്തിൽ ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കാനാണ് വനവാസം. അപ്പൊ നിങ്ങളൊക്കെ വനവാസത്തിന് പോകണം. ഓ അങ്ങനെയും പോണോ? ഇന്നു മുതൽ വനവാസത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ കഞ്ചിക്കോട് പോകണം എന്നല്ല ഞാൻ വിചാരിച്ച് പറയുന്നത്. വനവാസത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങണം. എന്താ കഷ്ടപ്പാട്? രാവിലെ എണീക്കുക, അമ്പലങ്ങളിൽ പോവുക, കുറച്ചു നേരം നടക്കേണ്ടി വന്നാൽ നടക്കുക. ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാട് ആർക്ക് കൊടുക്കണം? ശരീരത്തിനും മനസ്സിനും കൊടുക്കാൻ തുടങ്ങി. അതിനെ നമ്മൾ നാമജപത്തിലൂടെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ബി പി ഇല്ല, നിങ്ങൾക്ക് ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒരുവിധം രോഗങ്ങളൊന്നും നിങ്ങളെ അലട്ടില്ല. വേണോ അങ്ങനെ ഒരു സമൂഹം? വേണോ അങ്ങനെ ഒരു സമൂഹം? ഒന്നും വേണ്ടാത്തത് വേണം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെയൊക്കെ വീട്ടില് മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? വേണ്ട, കഴിക്കാത്തവർ എത്ര പേരുണ്ട് ചോദിക്കാൻ നല്ലത്. കാരണം മരുന്ന് കഴിക്കുന്നവർ ഹോൾസെയിൽ ആയിരിക്കും, കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. ആ രീതിയിലായി പോയി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വെറുതെ നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. നിങ്ങൾക്ക് ബി പി ഉണ്ട്, ഷുഗർ ഉണ്ട്, ബി പി ഉണ്ട്, ഷുഗർ ഉണ്ട് എന്ന്.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു BP ഇല്ല, നിങ്ങൾക്ക് ഒരു ഷുഗറും ഇല്ല. നിങ്ങളുടെ പിന്നാലെ പട്ടി കടിക്കാൻ ഓടി വന്നാൽ നിങ്ങൾ പട്ടിയോട് പറയും എനിക്ക് BP ആണ്, എന്നെ കടിക്കരുതെന്ന്. നിങ്ങൾ ജീവനും കൊണ്ട് ഓടി സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഇല്ലേ? ശരിയല്ലത്. അപ്പൊ നമ്മൾ അങ്ങനെ ശീലിക്കണം. ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല, ഞാനിതൊക്കെ നിങ്ങളോട് പ്രസംഗിക്കുകയല്ല. ഞാൻ അടുത്ത കാലത്ത് ഒരു സപ്താഹം നടത്തിയത് ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, ചിട്ടിക്കുളങ്ങര ക്ഷേത്രം. അപ്പൊ അന്ന് ആ സപ്താഹത്തിന് ഉദ്ഘാടനത്തിന് വന്ന ഒരാളായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാള്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ, ഹെഡാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ ഡ്യൂട്ടി എടുക്കുന്നു. ഡോക്ടറാണ്, സീനിയർ പ്രിൻസിപ്പാളാണ് അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡ്യൂട്ടി എടുക്കുക എല്ലാ വർഷവും. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ ഒരു വർഷം നിങ്ങൾക്കറിയാലോ, ഡോക്ടർ എന്ന് പറഞ്ഞാലും പിന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനും പ്രശ്നമാണ്. ഈ മലയിൽ കുറെ കയറിയും നടന്നും ശരണം വിളിച്ചും നാമം ജപിച്ചും എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഞാൻ പാകപ്പെടുത്തി. ഒരു കൊല്ലത്തേക്കിൽ ടെൻഷൻ എടുക്കാനുള്ളതിനെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവിലേക്ക് ഞാൻ കൊണ്ടുവരും. അപ്പൊ ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ. ശബരിമലയിൽ ഒരു വ്രതം പോലെ ഇരിക്കുകയാണ് ആള്. ഒരു മാസം ലീവ് എടുത്തിട്ട് പോകും. അതെനിക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം. അയാൾ തന്നെ പറയാണ്, ഒരു മരുന്നും നിങ്ങൾ കഴിക്കേണ്ടതില്ല. ബീയിങ് എ ഡോക്ടർ അയാൾ തുറന്നു പറയാ. എനിക്ക് തന്നെ അതിശയായിപ്പോയി. ഇത്രയും ഒരു സീനിയർ ഡോക്ടർ, മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാള് ഇത് വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ അവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് അവര്. അദ്ദേഹം പറയുന്ന ഒരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട. ആ ജീവിത രീതി മാറ്റണം. കാലത്ത് നേരത്തെ എണീറ്റ് എവിടെയെങ്കിലും ക്ഷേത്രത്തില്, അതും കാറും കൊണ്ട് തന്നെ പോകണം, എന്നിട്ട് ശ്രീകോവിലിന്റെ അടുത്ത് കൊണ്ട് നിർത്തണം. അതാണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന ജന്തുക്കൾ ചെയ്യുക. നടക്കാൻ നമ്മൾ തയ്യാറില്ല. ആരും പട്ടിയെ പേടിയാണ് നമുക്ക്. ആരും നടന്ന അപ്പൊ പട്ടി കടിക്കുന്നത്. നിങ്ങൾ എന്തിനാ പട്ടിയെ നോക്കാൻ പോണത്? പട്ടിക്ക് സംശയം വരരുത്, നിങ്ങളാണോ അതാണോ പട്ടിയെന്ന്. മനസ്സിലായില്ലേ? അത് അതിന്റെ പാട്ടിൽ പോയിക്കോളും. നിങ്ങളുടെ പട്ടി പോകണം. നിങ്ങൾ അതിൻ്റെ നമുക്ക് മുമ്പിലാ തുടങ്ങി അത് കടിക്കും നിങ്ങൾ. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ലേ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ 12 പട്ടിയെ കിടക്കണത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അപ്പൊ ഞാൻ താമസിക്കുന്നത്. ഈ തരത്തിലുള്ള പട്ടികൾ അതായതിന്റെ പാട്ടി പോകണം, നമ്മൾ നമ്മുടെ പാട്ടി പോകണം. അവരും വിചാരിക്കും ഈ പാവം മനുഷ്യനും ഇങ്ങനെ നടക്കണം, ഞാനും നടക്കണു. അത്രയുള്ള അവരുടെ കാര്യം. ഇങ്ങനെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കിയാൽ രോഗവും നമുക്ക് ഒഴിവാക്കാം. മനസ്സിനെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് മരുന്നിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ വനവാസത്തിന് പോകണം. ഏത് വനവാസം? എന്ത് വനവാസത്തിനാ പോണ്ടത്? ഇപ്പോഴും പിടികിട്ടിയില്ല. രാമൻ വനത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അതിലൂടെ പോവാൻ മനസ്സിനും ശരീരത്തിനും പ്രേരിപ്പിച്ച് പരിശീലിപ്പിച്ച് അത് ആസ്വദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം. എങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവില്ല. ഒരു മരുന്നും കഴിക്കാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. വേണോ വേണ്ടേ? വേണോ? അപ്പൊ ആര് ശ്രമിക്കണം? ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പറയാണ്, ഇതൊക്കെ മാറ്റിത്തരും, ഞാൻ തുലാഭാരം തൂക്കാന്ന്. തുലാഭാരത്തിലാ BP പോകാൻ പോണത്. ഇങ്ങനെ കുറെ പൊട്ടത്തരം കേറി പഠിച്ച് പ്രാർത്ഥിച്ച രോഗം മാറുന്നു. അതൊക്കെ ക്രിസ്ത്യൻസിന് മാറുമായിരിക്കും, നമുക്ക് മാറില്ല. മനസ്സിലായില്ലേ? ക്രിസ്ത്യൻസിന് മാറുമായിരിക്കാം. അതല്ലേ അവര് നെഞ്ചത്തെടുത്തിട്ടും അവിടെ പിടിച്ചിട്ടും ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലാം കൂടി കറിയാണ്. ഇപ്പൊ FCRA വന്നപ്പം എന്നാ ഇവര് പ്രാർത്ഥിച്ചിട്ട് FCRA മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ പറ്റില്ല. കാരണം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആരെയും കളിയാക്കി പറയല്ല. അപ്പൊ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ ഇതൊക്കെ പറയുന്നത്, ഈ ചാലക്കുടിയാണ് ഒരു കാലത്ത് പ്രാർത്ഥനയുടെ കേന്ദ്രം. നിങ്ങൾക്കറിയാലോ, ഡിവൈൻ എന്ന് പറയുന്ന സ്ഥലം, പോട്ടാന്ന് ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ വന്നിരുന്നു. ഇന്ന് ഒരു മനുഷ്യൻ ഈച്ചനാട്ടിയിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒരു മൂലയിലിരിക്കും. ആരുമില്ലേ പ്രാർത്ഥിക്കാൻ? ആരിയ്ക്കണു? ആൾക്കാർക്ക് ബോധം വരില്ല എന്തെങ്കിലും. കാരണം ഈ പ്രാർത്ഥിപ്പിച്ചവരെ രോഗികളാണ്. പിന്നെ ഇത് പ്രാർത്ഥിച്ച് രോഗം മാറണു. ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കുറെ കാലമൊക്കെ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് അന്ധവിശ്വാസമല്ല, ഇത് ശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? മനസ്സ് പാകപ്പെട്ടാൽ രോഗവും കുറയാം. അപ്പൊ മനസ്സ് പാകപ്പെടണമെങ്കിൽ കുറച്ചൊരു കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകണം. അതാണ് വനവാസം എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ എന്തിനാ രാമൻ പോയത് വനത്തിലേക്ക്? സുഖമായിട്ട് അവിടെ ചിത്രകൂടത്തിലിരുന്ന് പുട്ടുപടിച്ച് കഴിച്ച പോരാതില്ലേ? എന്തിനാ രാമൻ പോയത് കഷ്ടപ്പാടം പിടിച്ച ഈ വനത്തിലേക്ക്? നാളെ ജീവിതത്തിൽ
വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതൊന്നും മനസ്സിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഒരു പരിശീലനം ആർക്ക് വേണം? മനസ്സിന് വേണം. ശരിയല്ലേ? ഇത് വലിയൊരു മനഃശാസ്ത്രമാണോ? ഇതൊരു വലിയ മനഃശാസ്ത്രമാണോ? നാളെ വരാൻ പോകുന്ന വലിയ കഷ്ടപ്പാടിനെ നേരിടാൻ മനസ്സിനെയും ശരീരത്തിനെയും പ്രാപ്തമാക്കുക എന്നതൊരു മനഃശാസ്ത്രമാണോ? ആണോ അല്ലയോ? അതാണ് രാമന്റെ വനവാസം. അപ്പൊ നമ്മള് ഈ ഒരു പർവ്വത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പഠിക്കണം. രാമൻ കാട്ടിപ്പോയി നല്ല പഠിക്കേണ്ടത്. രാമൻ സീതയ്ക്കും ലക്ഷ്മണനും കാണിച്ചു കൊടുക്കുകയാണ് നാളെ വരാൻ പോകുന്ന ഇതിലും വലിയൊരു വൈഷമ്യത്തെ നേരിടാൻ മനസ്സിനെ ഇപ്പോഴേ തയ്യാറാക്കാൻ ഈ ഒരു യാത്ര വളരെ ഉപകരിക്കും. ഇതുപോലെ നമ്മളും പഠിക്കണം. കാലത്തെണീറ്റ് കുറച്ച് അമ്പലത്തിൽ പോയോ നടന്നോ കുറച്ചൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിനും ശരീരത്തിനും കൊടുത്താൽ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റും. മരുന്നിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പം BP ഒക്കെ ഉള്ളവർ ഓർക്കുക, ഇനി നാളെ മുതൽ ഞാൻ എൻ്റെ ജീവിതം മാറ്റിയെടുത്ത് ഒരു BPക്കും ഞാൻ മരുന്ന് കഴിക്കില്ല. ഒന്നും ചെയ്യാതെ നിങ്ങൾ ഭീഷ്മരെ പോലെ കടന്നിട്ട് BPക്ക് ഗുളിക എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സമാധി ഇരുത്തേണ്ടി വരും. അത് സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഒരു പേരും ഇടരുത്. മനസ്സിലായില്ലേ? ഭീഷ്മരെ പോലെ അവിടെ സമാധി കടന്നിട്ട് നിങ്ങൾ BPക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ സ്വാമി പറഞ്ഞു പറഞ്ഞിട്ട് വല്ല ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ അഴിയെണ്ണണ്ടീനും. മനസ്സിലാവുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാണ്, വെറുതെ സുഖിച്ചിരുന്നിട്ട് BPയുടെ മരുന്ന് ഒഴിവാക്കരുത്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കുറേയൊക്കെ അനുഭവിച്ച് നമ്മൾ അങ്ങനെ പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഒരു BPക്കും മരുന്നൊന്നും വേണ്ട. നിങ്ങൾ ശരിയായി. ഇപ്പൊ നിങ്ങൾ നേരെയാവാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ബാക്കിയൊക്കെ കുഴപ്പമില്ല. എന്താണ്? ഇത്തിരി ഒരു മനസ്സിനൊരു തോന്നൽ വരണം. കാലത്തെണീക്കണം, കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കണം. ഇല്ലേ? ഒരു കണക്കിന് പണ്ടത്തെ കാലമായിരുന്നു നല്ലത്. കാരണം സ്ത്രീകൾക്ക് പണ്ടത്തെ കാലത്ത് BP ഉണ്ടായിരുന്നില്ല. രാവിലെ വെള്ളം കോരാൻ പുറത്തു പോകണം, ഒന്ന് ബാത്റൂം പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ പോകണം, തിരുമ്മണമെങ്കിൽ കല്ലെടുത്ത് അടിച്ചും പിടിച്ചൊക്കെ ഇരിക്കണം, പിന്നെ ഒരുപാട് പാത്രം കഴുകണം, അതിൻ്റെ ഇടയിൽ 10-12 വെച്ചുണ്ടാക്കണം. ഇതൊക്കെ വരുമ്പോൾ എന്ത് BP? അന്ന് BP ഇല്ല, അന്ന് ബ്ലഡ് പ്രഷർ ഇല്ല. അന്ന് ഏത് പ്രഷറേ ഉള്ളൂ? അവർക്ക് പ്രസവിക്കുക എന്നുള്ള പ്രഷറേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് സ്ത്രീകൾക്ക് ഒരു രോഗം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുത്തശ്ശിയൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് പാവം, അതിന് രോഗമൊന്നുമില്ല മുത്തശ്ശിക്ക്. മുത്തശ്ശി അത്ര ആരോഗ്യത്തോടു കൂടി ഇരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 80-85 വയസ്സ് വരെ സുഖമായിട്ട് അവർ ജീവിച്ചു. അവരോട് ചോദിക്കുകയാണ്, യൂട്രസ് ഉണ്ടോ? എന്ത് യൂട്രസ്? അവർക്ക് യൂട്രസിനെ കുറിച്ചും അറിയില്ല. അവർക്ക് അവരുടെ ജീവിതം രാവിലെ വിഷ്ണു സഹസ്രം, വൈകുന്നേരമായ ജപം, അതൊക്കെ കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിച്ചു മരിച്ചു പോയവരാണ്. അല്ലേ? ജീവിതം അങ്ങനെ കൊണ്ടു നടന്നവരാണ്. കാരണം അവർക്കൊരു ചിട്ടകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ കുളി കഴിഞ്ഞു, ജപിച്ചു, ഭജിച്ചു, കുറച്ച് കഞ്ഞി കഴിച്ചു, അങ്ങനെ ആർക്കൊരു ഉപദ്രവമില്ലാതെ അവരങ്ങനെ കടന്നുപോയി. ഇന്ന് നോക്കൂ നിങ്ങൾ, എത്ര കഷ്ടപ്പാടുകളാണ് മനുഷ്യനെന്നുള്ളത്. അപ്പൊ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ രോഗങ്ങൾ അവർക്ക് പറയൂ കുറവാണ്. അത് ശീലിച്ചെടുക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഈ ഹാളിൻ്റെ അകത്തിരുന്ന് രാമായണമൊക്കെ കേട്ട് വീട്ടിൽ പോയാൽ എല്ലാം നേരെയാവുന്നു. അങ്ങനെയൊന്നും നേരെയാവുന്ന അല്ല ജീവിതം. രാവിലെ എണീറ്റ് മെനക്കെട്ട് കുറച്ചൊക്കെ കഷ്ടപ്പാട് തുടങ്ങിക്കഴിഞ്ഞാൽ മനോബലം കൂടും. മനോബലം കൂടുന്തോറും ആരോഗ്യം കൂടും. ഒരു മരുന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് പറയാണ്, നമ്മൾ പണിയെടുക്കണം. ഇതാണ് രാമൻ ആരെ കൊണ്ടുപോയ കാര്യമാണ് പറയുന്നത്. സീതയെയും ലക്ഷ്മണനെയും എങ്ങോട്ട്? കാട്ടിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോ ഒരു ചോദ്യം ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാലോ നമുക്ക്, ഇല്ലേ? ഒരു സാധാരണ ലെവലിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? നോക്കൂ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു? മനസ്സിലായോ? ചിത്രകൂടത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് എവിടെ പോകേണ്ട കാര്യമില്ല. വനവാസത്തിൽ പോകാൻ ആരും പറഞ്ഞില്ലേ രാമനോട്? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് രാമൻ വനത്തിലേക്ക് പോയത്? ഈ ചിത്രകൂടത്തില് അവിടെ പർണശാലയൊക്കെ കെട്ടി അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ അതുവാണെങ്കിൽ ഇപ്പൊ വെച്ചുണ്ടാക്കും വേണ്ട സീതയ്ക്ക്. എല്ലാം അയോധ്യയിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ എങ്കിലൊക്കെ പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുവരും. എന്താ വട്ടെ, അന്നത്തെ കാലത്തെ ഭക്ഷണം എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കണ്ടാവും. അപ്പൊ അതിനൊന്നും യാതൊരു കുറവുമില്ല. അപ്പൊ ആ കുറവില്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ലേ?
ഓ, എന്തിനാ രാമേട്ടാ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് കാട്ടിലൊക്കെ പോണത്? ഇവിടെ നമുക്ക് പഴവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ അങ്ങോട്ട് 14 കൊല്ലം കഴിഞ്ഞാൽ പോരെ ചോദിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളാണെങ്കിൽ രാമേട്ടനോട് ചോദിക്കൂ അങ്ങനെ, എന്താ ഏട്ടയെ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെന്ന് ചോദിക്കില്ലേ? പാലക്കാടാകുമ്പോ ഏട്ടനില്ലേ, ഏട്ടയുള്ളൂ ഇല്ലേ, അങ്ങനെ ചോദിക്കൂ. ഇവിടെ ഏട്ടനില്ലേ, ഏട്ടയുള്ളൂ. അപ്പോ അങ്ങനെ ചോദിക്കുകയിരിക്കാം. എന്നാ രാമൻ അതിനൊന്നും കൂട്ടു നിൽക്കാതെ, അവിടുത്തെ സുഖങ്ങളിൽ മുഴുകാതെ നേരെ വെട്ടിയും പ്രമാണം പാക്ക് ചെയ്തിട്ട്, ഒന്നുമില്ല കൊണ്ടുപോവാൻ, എല്ലാം കൂടിയിട്ട് എങ്ങോട്ട് പോയി? കാട്ടിലേക്ക് പോയി. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും ഇത് നിങ്ങളുടെ മനസ്സിൽ ഗൗരവമായിട്ടിരിക്കട്ടെ. ഇത് സീതയ്ക്കും ലക്ഷ്മണനും മാത്രമുള്ള ലെസൺ അല്ല, ആർക്കും കൂടി ഉള്ളതാണ്, നമുക്ക് കൂടിയുള്ളതാണ്. ചില കഷ്ടപ്പാടുകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ നമ്മൾ ശരീരത്തിന് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനോബലം കൂടി വരും. മനസ്സിലായില്ലേ? അത് വളരെ സത്യമാണത്. ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാരിൽ ചിലർക്ക് ഒരാവേശം കൊടുന്ന് അവരൊക്കെ ജിമ്മിലൊക്കെ പോയി ഈ ഒരു ഇത്തിരി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരെ കുറേ കൂടി പെട്ടെന്ന് പണം ഉണ്ടാക്കാനും പല രീതിയിലും പണം ഉണ്ടാക്കാനും ഒക്കെ കേപ്പബിൾ ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും രീതിയിലൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി വളരെ രക്ഷപ്പെടുന്നവരാ. ഈ മടിയന്മാരായിട്ട് ഇരിക്കുന്നവരാണ് വെറുതെ ഗ്രാജുവേഷനും വെച്ചിട്ട് അവർ മൂലയിലിരിക്കും. അവര് നന്നാവുകയില്ല. നിങ്ങൾ അവരെ ഒന്ന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതത്തിലൂടെ പറഞ്ഞു നോക്കൂ, അവരെങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കി ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ കഷ്ടപ്പാടുകൾ വേണം ജീവിതത്തിൽ. ജീവിതം സുഖമാകും തോറും മനോബലം കുറയും. മനസ്സൊന്നിനും ഒരു 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 പ്രയാസത്തെ നേരിടാൻ അതിനൊരിക്കലും സാധ്യമല്ലാതെ വരും. അത് കേരളത്തിലുള്ളവർക്ക് വളരെ സത്യമായി പറഞ്ഞാൽ ശരിയാണ്. എന്നിട്ട് അവരെ കാട്ടിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് ആദ്യത്തെ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിൽ വരുന്നത്. വലിയൊരു രൂപം അവരെ മുന്നിൽ വരികയാണ്. അപ്പോഴേക്കും രാമൻ പറഞ്ഞു, ലക്ഷ്മണ സൂക്ഷിച്ചോളൂ എന്ന്. ആരാണത്? ഒരു വലിയ നീളത്തിലെ കയ്യും ഒരു വലിയ ഭീമാകാര രൂപവും ആയിട്ടൊരാള്. അപ്പോ ആരാണ് നിങ്ങള്? എന്താണ് ഇവിടെ ഇങ്ങനെ ചാപഭാണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ ഒരു പെണ്ണിനോട് കൂടെ വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. അപ്പൊ രാമൻ മര്യാദയായിട്ട് നാട്ടിലെ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു, ഞാൻ അയോധ്യ മന്നൻ ദശരഥന്റെ പുത്രൻ, എൻ്റെ അച്ഛൻ 2 വരം കൊടുത്തു. കഥകളൊക്കെ വിസ്തരിക്കുന്നുണ്ട് ഈ വിരാതന്റെ അടുത്ത്. എന്നിട്ട് എൻ്റെ ആരാണ് ചെറിയമ്മ 2 വരം ചോദിച്ചു, എന്നെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ അവിടെ രാജാവാക്കണമെന്ന്. അപ്പൊ ഞാൻ അച്ഛന്റെ വാക്കുകൾ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടി ഭാര്യയുടെയും അനുജന്റെയും കൂടെ ഇങ്ങനെ കാട്ടിൽ വന്നതാണ്. ഞങ്ങളിങ്ങനെ 14 വർഷം കാട്ടിൽ നിന്ന്. അപ്പം എന്ന് മാത്രമല്ല, എൻ്റെ നിയോഗം എന്താ വെച്ചാൽ നിന്നെ പോലുള്ള രാക്ഷസന്മാരെ കൊല്ലലും കൂടിയാണ്. അപ്പോഴേക്കും ഇവൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ കൂടെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. ഇവൻ കൈ നീട്ടി ആ സീതയെ പിടിച്ചു. കൈ നീട്ടി സീതയെ പിടിച്ചു എന്ന് മാത്രമല്ല, ഇവൻ സീതയെ വിഴുങ്ങോ എന്നുള്ള പേര് വന്നപ്പോഴേക്കും രാമനെപ്പോഴേക്കും വാളെടുത്ത് ചാടി ഇവന്റെ കൈയൊക്കെ വെട്ടിമാറ്റി. അപ്പോഴേക്കും ഇവൻ മറ്റേ കൈ കൊണ്ട് പിടിക്കാന്ന് പറയും. അങ്ങനെ ഇവന്റെ മറ്റേ കൈയും. അപ്പൊ ഇവൻ പറയുന്നത്, നോക്കൂ, ഈ സീതയെ വിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ എങ്ങനെ എവിടെ രക്ഷപ്പെടുള്ളൂ, എനിക്ക് സീതയെ മാത്രം മതിയെന്ന്. എനിക്ക് തോന്നുന്നു ഇവൻ മലപ്പുറത്തുകാരനാണോ സംശയമുണ്ട്. പഴയ 1921 ടീമാണോ എന്നുള്ളത്. ഇല്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെ ഇരുന്നല്ലോ, ആണുങ്ങളെയൊക്കെ വെട്ടിക്കൊന്നും പെണ്ണുങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അപ്പൊ അതിൽപ്പെട്ട ബാക്കിയാണോ അറിയില്ല. എന്തായാലും വിരാതൻ, ഏതായാലും എനിക്ക് സീതയെ മാത്രം മതി. അങ്ങനെ സീത കരയാൻ തുടങ്ങി, എന്നെ ഇവിടെ ഇട്ടിട്ട് പോലെ എന്ന്. എന്തായാലും അവന്റെ കൈയൊക്കെ വെട്ടി മാറ്റി. പിന്നെ 2ാമത്തെ കൈ കൊണ്ട് അവൻ വീണ്ടും പിടിക്കാൻ തുടങ്ങി. ആ കൈയും വെട്ടിമാറ്റി. അവൻ 2 കൈയും മുറിഞ്ഞതിന്റെ വേദനയിൽ അലറി വായ കൊണ്ട് ഇവരെ പിടിച്ചു കഴിക്കാന്നുള്ള ഇതിൽ വരുമ്പം പിന്നീട് കാലിൽ അസ്ത്രമേത് ആ കാലും വെട്ടിമാറ്റി. അങ്ങനെ ഇവൻ അങ്ങനെ വീണ് മരിക്കുകയാണ്. അവൻ രക്തത്തിൽ വീണ് കുളിർന്ന് ആ വീഴുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യരൂപം പുറത്തേക്ക് വന്നു. നോക്കൂ നിങ്ങൾ, രാമായണത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ഈ ചിത്രം ഞാൻ പറഞ്ഞില്ലേ, രാമായണം വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഒഡീസി, അമറിന്റെ ഒഡീസി എന്നുള്ള ഗ്രീക്ക് കവി. ഇപ്പൊ അതൊരു മൂവിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് മൂവിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാണേണ്ട മൂവിയാണ് ഒഡീസി എന്നുള്ളൊരു മൂവി.
ഈ വിരാതൻ എന്നുള്ളൊരു കഥാപാത്രം അതിൽ സൈക്കോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ്. ഒറ്റക്കണ്ണ് വടിയിട്ട് അവനും ഇതുപോലെയാണ്, വലിയ നീളത്തിലുള്ള കൈയൊക്കെ പിടിച്ച് ആ കൈ കൊണ്ട് വരുന്നവരെയൊക്കെ പിടിച്ച് കഴിക്കുന്ന ഒരു രാക്ഷസൻ. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ഹേമറിനെ പോലുള്ള ഇവർക്ക്, അതായത് ഈ ഒഡീസി എഴുതിയ ആൾക്ക് കിട്ടുന്ന ഈ ആശയങ്ങൾ കിട്ടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ രാമായണത്തിന്റെ ഒരു സ്വാധീനം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ നടക്കുന്ന ഒരു മൂവിയാണ് രാമായണം എത്രമാത്രം ഇംഗ്ലീഷ് സാഹിത്യത്തെ, പ്രത്യേകിച്ച് ഗ്രീക്ക് മിത്തോളജിയെ സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ്. നമുക്ക് അഭിമാനം വേണം. നമ്മുടെ സംസ്കൃതിയാണ് നൂറ്റാണ്ടുകൾക്കും 5000-ലധികം വർഷം പഴക്കമുള്ള ഈ കൃതി, 3000 വർഷം പഴക്കമാണ് ഈ ഒഡീസി എന്നുള്ള പുസ്തകത്തിന്, അതിനെ സ്വാധീനിച്ചിരിക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൂവിയാണ്. ആ മൂവിയുടെ പേര് ഒഡീസി എന്നാണ്, ഇംഗ്ലീഷിൽ മൂവിയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ഈ വിരാധൻ എന്നൊരു കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും രാമായണത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് വായിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം രാമായണം ഇത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്റ്റോഫർ നോളൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അയാൾ അതുപോലെ ആ ക്യാരക്ടറിനെയൊക്കെ കാണിച്ചിട്ടുമുണ്ട്. രാമായണത്തിലെ ക്യാരക്ടർ മാരീചനുണ്ട്, മാരീചനുണ്ട്. അതുപോലെ സീതയെ വിവാഹം കഴിക്കാൻ വേണ്ടി പരീക്ഷണത്തിന് വെക്കുന്ന വില്ല് അതിലുണ്ട്. ഈ കഥകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മൂവി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ രാമായണം അത്രയും പാശ്ചാത്യ സാഹിത്യത്തിനെ സ്വാധീനിച്ചിരുന്നു. ഇതൊന്നും വാസ്തവത്തിൽ നമ്മളെ ഇന്ത്യൻസിനെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ രാമായണത്തിന് എത്രമാത്രം ഒരു മഹനീയത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ല. തായ്ലൻഡിലെ രാജാക്കന്മാർക്ക് പണ്ട് രാമ 1, രാമ 2, രാമ 3, നിങ്ങൾ അലക്സാണ്ടർ 1, അലക്സാണ്ടർ 2 എന്ന് കേട്ടില്ലേ? തായ്ലൻഡിലെ രാജാക്കന്മാര് പേര് വേറെയാണ്, പക്ഷെ അവര് രാജാധികാരം ഏറ്റെടുത്താൽ രാമ 1, രാമ 2 ഈ രീതിയിലാണ് അവരറിയപ്പെട്ടത്. രാമായണത്തിന്റെ സ്വാധീനം വളരെയുള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ്. രാമായണത്തിന്റെ സ്വാധീനം വളരെയുള്ളൊരു മറ്റൊരു രാജ്യമാണ് ബാലി. ആ രാജ്യത്തിന്റെ പേര് തന്നെ എന്താണ്? ഇന്തോനേഷ്യയിലെ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പേര് തന്നെ ബാലി എന്നാണ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോണ്ടല്ലോ അത്ഭുതം തോന്നും. നമുക്ക് കംബോഡിയ എന്നുള്ള രാജ്യത്തിൽ പോകുമ്പം രാമായണം കൊത്തിവെച്ചിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തില്. എത്ര മനോഹരമായിട്ടാണ് രാമകഥ കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലല്ല, വിദേശ രാജ്യങ്ങളിൽ. ഇതൊക്കെ നമുക്ക് കാണുമ്പം മനസ്സിലാവുന്നത് രാമായണം ഭാരതത്തിൽ മാത്രമല്ല, രാമായണം പിന്നെ ശ്രീലങ്ക പറയേണ്ട, അവിടെ പിന്നെ രാവണന്റെ സ്ഥലമാണ്, പോട്ടെ. എത്രയോ മ്യാൻമറിലുണ്ട്. മലേഷ്യയിൽ രാമായണത്തിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, സാൻസ്ക്രിറ്റിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാൻ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അന്ന് ഗ്രീക്ക് വരെ, ഗ്രീക്കിനപ്പുറത്തേക്കും ഒരുപക്ഷെ ഭാരതത്തിന്റെ സംസ്കൃതി എത്തിയിരുന്നു. ആ കഥയുടെ സന്ദേശം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഈ ഒഡീസി പോലുള്ള ക്ലാസിക്കൽ കൃതി ഹോമർ എന്ന് പറയുന്ന വലിയ സുപ്രസിദ്ധ എഴുത്തുകാരൻ എഴുതി. അതാണ് ഇപ്പൊ മൂവിയേക്ക് വന്നിട്ടുള്ളത്. എന്ത് നമുക്കാണ് അഭിമാനം വേണ്ടത്? നമ്മുടെ രാമായണത്തെയാണ് ഇംഗ്ലീഷ് ഒഡീസി രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾക്ക് അഭിമാനം വേണം. പക്ഷെ ഹിന്ദുക്കൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയൊരു, ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കെ, ഞാൻ പറയുന്നതിലൊക്കെ സത്യമുണ്ട്. ഒഡീസി എന്നുള്ള മൂവിയിൽ സൈക്ലോപ്സ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത്, ആ ക്യാരക്ടറിന് എങ്ങനെയാണ് അത് രാമായണത്തിലെ ആരുമായിട്ട് ബന്ധമുണ്ട്? വിരാതൻ, നീളമുള്ള കൈ, അതൊക്കെ വിരാതന്റെ ചിത്രമാണ്. നീളമുള്ള കൈ, നെറ്റിയിൽ കണ്ണൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു വിരൂപൻ ആയിട്ടുള്ള ഒരാള്, ഇയാളാണ് വിരാതനായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അയാൾ മരിക്കുമ്പോൾ അതിൽ നിന്നൊരു ദിവ്യരൂപം പുറത്തേക്ക് വരികയാണ്. പറഞ്ഞു, ഞാനൊരു എന്താണ് പറയാ, ചിത്രാധരൻ അല്ല, ചിത്രാംഗതൻ ഗന്ധർവനായിരുന്നു. പിന്നെ ദുർവാസാവ് മഹർഷിയുടെ ശാപം കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വിരൂപത്തിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ രാമന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് അഗസ്ത്യാശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് വഴി കിട്ടുകയാണ്. അങ്ങനെ ആ വഴിയിലൂടെ പോകുമ്പോഴാണ് ഇനി നമ്മൾ കാണുന്ന ശരഭംഗ മഹർഷിയുടെ ആശ്രമവും സുതീഷ്ണാശ്രമ പ്രവേശവും, അത് കഴിഞ്ഞ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കൊക്കെ രാമൻ പോകുന്നതും, പിന്നെ അവിടുന്ന് പഞ്ചവടി പ്രവേശനവും, പഞ്ചവടിയിൽ വെച്ചിട്ടാണ് സീതാദേവി നഷ്ടപ്പെടുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പൊ ഇവിടെ ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം ഉപസംഹരിപ്പിക്കാം. നാളെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് ഗുരുക്കന്മാരോടുള്ള നമ്മുടെ അഭേദ്യമായ
ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൃതജ്ഞത അറിയിക്കുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് നാളത്തെ ദിവസത്തെ വിളിക്കുന്ന പേര്, നാളത്തെ ദിവസത്തിന്റെ പേര് ഗുരുപൂർണിമ ദിവസം എന്നാണ്. അപ്പൊ നാളെ നിങ്ങളെല്ലാവരും കാലത്ത് വരെ 8:30 ഇവിടെ ഗുരുപൂർണിമ പൂജയുണ്ട്. അപ്പൊ ഗുരുപാതുക വന്ദനമുണ്ട്. നമ്മൾ ഗുരുപാതുക സ്തോത്രമൊക്കെ ചൊല്ലും. അപ്പൊ നമുക്കൊക്കെ ഒരു പുഷ്പാർച്ചന ആ ഗുരുപാതുകത്തിൽ സമർപ്പിക്കാൻ ഒരു വലിയൊരവസരം ഈ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ആദിശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിഷ്ഠയും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മഹത്വം കൂടും. കാരണം ഭാരതം എന്ന് പറയുന്നത് ഗുരു പരമ്പരകളുടെ സംസ്കാരമുള്ളൊരു നാടാണ്, അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ പരമ്പരകളോട് വളരെ കണക്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? നേരത്തെ തോൽപ്പാവക്കൂത്ത് നടക്കുമ്പോൾ നിങ്ങൾ കണ്ടു ഒരു ഗുരു പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ളത്. എത്ര ഗുരു പാരമ്പര്യത്തിലൂടെയാണ് ഒരു കലാരൂപവും കഥാരൂപവും മറ്റ് ആവിഷ്കാരങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ എന്ന് തുടങ്ങി എപ്പോൾ തുടങ്ങി എന്ന് ആർക്കും അറിയില്ല. കാലം എന്തൊക്കെയോ നമ്മൾ നിശ്ചയിക്കുകയാണ്. ഒരുപക്ഷെ അതിനും പുരാതനമായൊരു സംസ്കാരം ആയി ഇത് നിലനിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എത്രയാകുമ്പോഴേക്കും എത്തിച്ചേരുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ